guys. ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇപ്പോൾ ഒരു പാർക്കിലാണുള്ളത്. ടയറുള്ള പാർക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് കളിപ്പൊക്കെ എടുത്തുകൊണ്ട് വന്നതിന് ഈ മളനി കളിക്കാൻ. കണ്ടോ, ഈ ട്രാക്ടർ ഇന്നലെ മേടിച്ചാണ്. ഇന്നലെ ഞങ്ങളൊരു ക്യാമ്പിങ്ങിനൊക്കെ ഞങ്ങൾ ദൂരെ പോയായിരുന്നു. അപ്പോഴാണ് ഇത് മേടിച്ചത്. ഇതൊക്കെ കുറെ മുമ്പിലെ നാട്ടിൽ നിന്നൊക്കെ ഉള്ളതാണ്. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. നമ്മൾ വീട്ടിൽ ഇരിക്കണേ ഇത് പാർക്കിലേക്ക് എടുത്തുകൊണ്ട് വന്നു. ഇവിടെ നിന്ന് നമ്മൾ കളിക്കാൻ പോണ ദൃശ്യങ്ങളാണ് നമ്മളപ്പോൾ കാണുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. റോഡും കൂടെ കയറ്റാൻ പോവുകയാണ്. JCB നമ്മൾ എടുത്തിരുന്നു. 2 ടിപ്പറുണ്ട്. ട്രാക്ടർ ഒരെണ്ണം, ടിപ്പർ ഒരെണ്ണം. മണ്ണ് കെട്ടാൻ 2 വണ്ടികളുണ്ട്. മണ്ണ് കയറ്റാൻ എടുക്കുന്ന വണ്ടി JCB ഇങ്ങനെ മണ്ണെടുക്കുന്നു. ആദ്യം നമുക്ക് ട്രാക്ടറിൽ കയറ്റിയിട്ട് വേണം നമ്മുടെ നാട്ടിൽ നിന്ന് മേടിച്ച ലോറി കയറ്റാൻ. അപ്പോൾ നമ്മൾ ട്രാക്ടറിലാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ലോറിയിൽ നമുക്ക് കയറ്റാനൊക്കെ സമയമൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ ട്രാക്ടറിൽ ഫുള്ള് കയറ്റി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. ഇത് നമ്മുടെ അടുത്ത വണ്ടി പുറമെ ബാക്കിലേക്ക് എടുത്തിട്ടേക്കാം. അമ്മ അതിൻ്റെ തുറന്നെല്ലാം പോയി. നമ്മൾ ഈ ലോറി ഇവിടെ വെച്ചിട്ട് ഇത് മണ്ണ് മാറി ഇങ്ങോട്ടോട്ട് ഇട്ടേക്കും. ട്രാക്ടറിൻ്റെ ഇത് ലോഡ് കൂടുതലൊക്കെ എന്ന് പറഞ്ഞാൽ ട്രാക്ടറിൻ്റെ വാല വലിയത്, ഈ ലോറിയുടെ വാല ചെറുതാ, ട്രാക്ടറിൻ്റെ വാല വലുത്. ഇതുണ്ടോ, ലോറിയുടെ വാലും പൊങ്ങും ട്രാക്ടറിൻ്റെ വാലും പൊങ്ങും. പിന്നെ ട്രാക്ടറിന് വേറെ പ്രത്യേകതയുണ്ട് എന്ന് വെച്ചാൽ ഇതുണ്ടോ, ഇത് പൊങ്ങുന്നതാ. നമ്മൾ ഈ വണ്ടി പൊക്കുമ്പോൾ ഇവിടെ സാധനം ഇങ്ങനെ തുറക്കില്ല, മണ്ണ് അതിക്കൂടെ അല്ല പുറത്തേക്ക് പോകണേ. അപ്പം ആ സാധനം ഈ ലോറിക്കകത്ത് അല്ല, ഈ ടിപ്പറിൻ്റെ അകത്തുണ്ട്, അല്ല ഈ ട്രാക്ടറിൻ്റെ അകത്തുണ്ട്. ആ സിസ്റ്റവും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ ഇത് നിറച്ചുകൊണ്ടിരിക്കുക. ടിപ്പറിനൊരു പ്രത്യേകതയുണ്ട്. ടിപ്പറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടിപ്പറിന്റെ വാല് ഒത്തിരി പൊങ്ങും, ട്രാക്ടറിന്റെ വാല് കുറച്ചേ പൊങ്ങുള്ളൂ. അതാണ് ടിപ്പറിന്റെ പ്രത്യേകത. ടിപ്പർ ട്രാക്ടർ നൽകി. നമ്മൾ 2 എണ്ണത്തിലും കൂടെ ലോഡ് നിറച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ വണ്ടി പോവുകയാണ് ലോഡ് ഇറക്കാൻ. ആദ്യം നമ്മൾ ടിപ്പർ ഇറക്കിയിട്ടാണ് നമ്മളെ ട്രാക്ടർ വണ്ടി പോയി. നമുക്കിവിടെ കുഴി കുഴിക്കണം. ഒരു കുഴി ഉണ്ടാക്കണം, വലിയൊരു കുഴി വെച്ചേക്കാം. ഇത്രയൊക്കെ മതിയാവോ? ഇത്തിരി കൂടെ മതി. നമ്മളെ ലോറി എന്ന് പറഞ്ഞ് നമ്മളെ ലോറി തിരിച്ച് നമ്മളെ ട്രാക്ടറിന്റെ ഊരമാണ് ഗൈസ്. നമ്മളെ ടിപ്പറിലെ ലോഡ് ഇറക്കി നമ്മളെ ട്രാക്ടറിന്റെ ഊര. അയ്യോ, തുറന്നു പോയി. അന്നൊക്കെ താഴോട്ട് പോവാ. അന്നൊക്കെ നമ്മുടെ താഴോട്ട് പോയി വേണം കൈ കൊണ്ട് വാരിയിടാം. ഇനി ടിപ്പറിന് കൊണ്ട് JCB കൊണ്ട് വാരിയിടാൻ സമയമില്ല അല്ലേ അല്ലേ? നമ്മള് ട്രാക്ടർ കൊണ്ട് വാരി വാല് വെക്കാൻ പോവാണ്. ട്രാക്ടറിന് ഇത് അടക്കം പറഞ്ഞത് ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. വാല് വെക്കി ഇത് അടക്കം പറയുകയാണ്. Guys.
കയറ്റിയിട്ടുണ്ട് ട്രാക്ടർ ലോഡൊക്കെ ഇറക്കിയിട്ടുണ്ട്. വണ്ടി തിരിച്ചു പോയി അടുത്ത ലോഡ് എടുക്കാൻ പോവാ. അപ്പം ആദ്യം വായിച്ചു നടന്നേക്കാം. നമ്മുടെ നമുക്ക് JCB വായിക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ നിന്ന് ഞാൻ വലുതാകുമ്പോൾ JCB മേടിക്കുവാണ്. ഞാൻ നേരെ ആരെങ്കിലും പറമ്പിലൊക്കെ എന്തെങ്കിലും നടാൻ പോകുമ്പോൾ പറമ്പിൽ വെച്ച് എന്തായിരുന്നു മണ്ണൊക്കെ കട്ടയായിട്ട് കിടക്കും. അവിടെ ഇളക്കണ്ടേ, നമുക്ക് പറിക്കണ്ട. അതിനു വേണ്ടി ഏടാണ് നമ്മൾ നമ്മുടെ ഈ JCB അല്ല, ഇത് കിച്ചാച്ചിയല്ലേ, നമ്മൾ വലിയ JCB കൊണ്ട് ചെയ്യുള്ളൂ. കിച്ചാച്ചിയെ കൊണ്ട് ചെയ്താലേ പെട്ടെന്ന് തീരില്ല, അറിയോ. നമ്മൾ ഇളക്കാനാണ് മണ്ണെടുത്ത് ഇങ്ങനെ ആക്കിയിട്ട് അങ്ങോട്ടും തിരിച്ച് ഇങ്ങോട്ടും തിരിച്ച് പോയിട്ട് ഇവിടെ നന്നായിട്ട് ഇളക്കണം, നല്ല നിരപ്പാക്കണം. ഇവിടെ അങ്ങോട്ടും തിരിച്ച് നിരപ്പാക്കണം. നമ്മൾ ഈ റിവേഴ്സ് എടുക്കണം, റിവേഴ്സ് ഗിയർ അറിയോ. റിവേഴ്സ് എടുത്തിട്ട് ആക്കി ഇളക്കി നമുക്കിങ്ങനെ പോകണം. ഈ പുതിയ തടിപ്പ് ഇളക്കി ഇങ്ങനെ വരണം. അങ്ങനെയാണ് നമ്മുടെ ഇതൊക്കെ പറമ്പൊക്കെ ഇളക്കണം. എന്നിട്ട് ഇളക്കിയൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ വാരരുത്. വാരിയ പറമ്പ് മൊത്തം പോവും, മൊത്തം പൊട്ടിപ്പോവും. അല്ല ഓടിച്ചു വിട്ട് ഇവിടെ പൊതിച്ച പിന്നെ സമയം ഓടിച്ചാണ് മണ്ണ് ചേച്ചയുടെ ആദ്യം ഇതൊന്ന് തിരിച്ച് ചേച്ചയുടെ സ്ഥലത്തൊന്ന് ഇഴുത്ത് വെച്ചോട്ടെ. തങ്ങപ്പനല്ലടാ, നീ പൊന്നപ്പനാടാ. ആദ്യം അല്ല ട്രാക്ടറിലാണ് ലോഡ് കയറ്റണം. നമുക്ക് ലോഡ് കയറ്റുന്ന ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ലോഡൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ലോഡ് കയറ്റി വരാൻ ഇച്ചിരി താമസിച്ചുണ്ട്. നമ്മളിപ്പോൾ തിരിത്തിരിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഇഷ്കോമെന്ന് ഇങ്ങനെ വെച്ച് നോക്കാം. നമ്മൾക്ക് ഇങ്ങനെ ഇരിക്കുവാണ്. ഇങ്ങനെ ഒന്ന് പൊക്കണം. ഒരു ജസ്റ്റിന് ഒന്ന് പൊക്കിയിട്ട് പൊക്കി ഇങ്ങോട്ട് തിരിക്കണം. അങ്ങോട്ട് തിരിച്ച് വെച്ച് ഇങ്ങനെ വഴി ഒന്ന് ജസ്റ്റ് പൊക്കണം. തുറന്നു പോയി ഫിൽട്ടർ ക്യാപ്പ് ഇവിടെ ആദ്യം തൊട്ട് വേണ്ട, എല്ലാം പോയി. നമ്മുടെ വണ്ടി ഇപ്പോൾ ശരിയായിട്ടുണ്ട്. ജിജാപ്പിൻ്റെ ഒരു കോലുണ്ടായത് വെച്ചൂടെ. ഇന്ന് ഉച്ചയ്ക്ക് ജിജാപ്പ ഇതിൻ്റെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഊരിപ്പോയായിരുന്നു, അത് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജിജാപ്പ. അപ്പോൾ ഫിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഓടിച്ചാണ് ജിജാപ്പ. അതേ കയറാൻ പോലും അറിയില്ല. അടുത്ത ട്രിപ്പ് ഇറക്കാനുള്ള പരിപാടി നടക്കുമോ? പെരവണിയൊന്നും അല്ലണം വേണ്ട. പെര പണിയുമ്പോഴേ അതിന് മറ്റേ കട്ടയുണ്ട്, കല്ല് ഇഷ്ടിക. ഒരു ഇഷ്ടികയ്ക്ക് 6 കിലോ ഭാരമുണ്ട്. അങ്ങനെ പഠിച്ചാന്ന് അറിയോ? പഠിക്കുന്ന ആ കണക്കൂട്ടുന്ന ഇതില്ലേ, 8 കാലിക്ക് 8 കാല്, 10 കാലിക്കോ? 10 കാല്. സ്പൈഡർമാൻ എത്ര കാലാണ്? സ്പൈഡർമാനോ 2 നിറം
ബ്ലൂ കളർ പാഞ്ചിന്, റെഡ് കളർ ബനിയൻ. ഏറ്റവും ലോഡ് വെയിറ്റ് ചെയ്യാം അവർ പണിക്കാർ ലോഡ് ഇറങ്ങാൻ പോയി. എനിക്ക് ഇങ്ങനെ ഇത് പോണെന്നാണ് നമുക്കെല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഇനി ഇങ്ങോട്ട് വരാൻ സമയമില്ല, കൈകൊണ്ട് വരിട്ട വണ്ടി കൊണ്ട് കയറ്റേ. മതി, ഹാഫ് ലോഡ് മതി, എന്താ പകുതി ലോഡ് മതി. എനിക്ക് പകുതി ലോഡിന് ഓർഡർ കിട്ടിയിട്ടുള്ളൂ. അവർക്ക് ആ പകുതി ലോഡ് മതി എന്ന് പറഞ്ഞു വന്നു. പരിപാടി തീരാറായി. ഇറാറായി. അമ്മേ ഉണ്ടോ ചേട്ടാ? ഓക്കെ, അടച്ചു വെച്ചിട്ടുണ്ട്. പോകാതിരിക്കാൻ വേണ്ടി തുറക്കരുത്. ഇവിടെ റോഡ് എടുക്കാം അല്ലേ? സൈറ്റ് മാറിയോ? സൈറ്റ് മാറിയോ? കഴിച്ചാ? സൈറ്റ് മാറിയോ? ആ, കഴിച്ചു മാറി. അപ്പത്തിന് വന്നിട്ടുണ്ട്. നമ്മൾ റോഡ് ഇറക്കിയിട്ടുണ്ട്. നമ്മൾ അടുത്ത ടിപ്പറിൽ ലോഡ് എടുക്കണ്ടേ? ഒരു കൈ അങ്ങ് ആദ്യത്തെ ഒരു കൈ അങ്ങ് ആദ്യം എന്നിട്ട് ബാക്കി എന്നാലും പെട്ടെന്ന് തീരുമല്ലോ, അറിയോ? ഓർമ്മ നീ ടിപ്പറിനകത്ത് കയറ്റോ? ടിപ്പറിനകത്ത് കയറ്റാനേ. നോടോ ആ, നമ്മൾ ടിപ്പറിൻ്റെ അകത്ത് ട്രാക്ടർ ആകുമ്പോൾ ഒരു കൈ കൊണ്ട് നാളേക്ക് മാറി ഇട്ടാലേ അങ്ങനെ ആവില്ല. നമുക്കിത് മതി. നമ്മൾ ആദ്യം ടിപ്പറാണ്. അല്ല, നമ്മൾ റോഡ് സ്ഥലം എന്തി? ഓ, ഇത് നമ്മൾ ഇത് ഇവിടെ വെച്ചിട്ട് അടുത്ത വണ്ടി പറപ്പിക്കാൻ പോവുകയാണ് അല്ലേ ഗൈസ്? അടുത്ത വണ്ടി പറപ്പിക്കാൻ പോവാ. ആടിനെ ഞങ്ങള് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് പറപ്പിച്ചിട്ടുണ്ട്. ഷാജിപ്പം പറയുന്ന പോലെ വണ്ടി ഞങ്ങള് സുരക്ഷിതമായ സ്ഥലത്ത് പറപ്പിച്ചിട്ടുണ്ട്. ആടിനെ ഞങ്ങള് സുരക്ഷിതമായ സ്ഥലത്ത് പറപ്പിച്ചിട്ടുണ്ട്. ഷാജിപ്പം പറയാണ് ആടിനെ ഞങ്ങള് സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് പറപ്പിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഞങ്ങൾ ലൊക്കേഷനൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾ പറപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, സൈനോട്ട് പറ. സൈനോട്ട്. ക്യാമറ മച്ചാൻ ജിജാപ്പനോടൊപ്പം ശ്രേയോൺ ജിജാസ്.